ശ്രീ പത്മനാഭൻ, ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളിൽ ഉരുണ്ടു കളിക്കുകയാണ് CPM. അതായത് മടിയിൽ കനമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒളിച്ചോടുന്നില്ല, ഞങ്ങൾ ഈ പൊതുസമൂഹത്തിലുണ്ടല്ലോ, ഞങ്ങൾ ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നല്ലോ, EDക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ചോദ്യം ചെയ്യാമല്ലോ, ഞങ്ങൾ ഭയക്കുന്നില്ല എന്നവർ നിരന്തരം പറയുന്നു. അന്ന് സംഭവിച്ചു പോയത് ഒരു കൈപ്പിഴയാണ് എന്ന് പിണറായി തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഈ ഭയപ്പെടുകയാണോ CPM എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, കൈപ്പിഴയൊന്നല്ല അന്ന് സംഭവിച്ചത്. ആ പാവം ടാക്സി ഡ്രൈവറെ ടാക്സി അടിച്ചു പൊളിച്ചിട്ട് 1,80,000 രൂപ ED കൊടുത്തത്. ഇവര് നന്നാക്കി കൊടുക്കണ്ടേ? അയാളെ ടാക്സി എന്തിനാ അടിച്ചു പൊളിച്ചത്? ആ പൈസ കൊടുത്തത് ED. ആ മര്യാദ പോലും കാണിച്ചിട്ടില്ല. മാത്രമല്ല, ആ വിദ്വാൻ മാർക്സിസ്റ്റുകാരൻ, CITUകാരൻ, ഒരു CIT യൂണിയനിൽ പെട്ട ടാക്സി ഡ്രൈവർ ഒരു ടാക്സി ഓടിച്ച് ജീവിക്കുന്ന ആളുടെ ടാക്സി അടിച്ചു തകർത്തിട്ട് ആ കാശ് പോലും കൊടുക്കാനുള്ള മര്യാദ കാണിച്ചിട്ടില്ല. അപ്പൊ അതൊന്നും പറയണ്ട. ഇവിടെ പ്രശ്നം എന്താ അറിയോ? ഇവിടെ പ്രശ്നം അന്നന്ന് രാവിലെ കിണർ കുഴിച്ച് വെള്ളം കാണുക. ഓരോ ദിവസവും ഓരോ നുണയാണ് CPM തുടക്കം മുതലേ പറയുന്നത്. അവരാദ്യം പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് വിശദീകരിക്കാൻ അവസരം തന്നിട്ടില്ല എന്നല്ലേ. ഇപ്പൊ എവിടെ എത്തിയവര്? അപ്പൊ ഇപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പലതരത്തിലുള്ള അവിശുദ്ധമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലായാലും ശരി, PMRLന്റെ കാര്യത്തിലായാലും ശരി, കോവിഡ് കാലത്ത് നടത്തിയ എന്താ പറയാ പെട്ടെന്നുള്ള പർച്ചേസസ് ആണ്. അത് ടെൻഡർ വിളിക്കാൻ പറ്റില്ല, ഒക്കെ ശരിയാണ്. ആ പർച്ചേസസ് ആയാലും ശരി, തുടർന്ന് ഇങ്ങോട്ട് കരാറുകൾ കൊടുക്കുന്ന കാര്യത്തിലായാലും ശരി, എല്ലാ വിഷയങ്ങളിലും അതിഗുരുതരമായ രീതിയിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇനി ഓരോന്നോരോന്നായി പുറത്തു വരും. ആ സമയത്ത് അത് രാഷ്ട്രീയ പകപോക്കലാണ്, അല്ലെങ്കിൽ അത് പിണറായി വിജയൻ എത്ര കൊല്ലമായി പണിയെടുക്കുന്നു, എത്ര കൊല്ലമായാലും എന്താ, പിണറായി വിജയൻ 60 കൊല്ലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് വെച്ചിട്ട് അങ്ങോരുടെ മകൾക്ക് ഈ കേരളത്തിലെ ഒരു സർക്കാരിന് ഷെയർ ഉള്ള കമ്പനിയിൽ നിന്നും അനാവശ്യമായി പൈസ വാങ്ങാനുള്ള അധികാരം കൊടുക്കുന്നു. അതൊന്നുമല്ല. രാഷ്ട്രീയപരമായ ഒരു സത്യസന്ധതയുടെ വിഷയമുണ്ട്. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് പറയാൻ തയ്യാറാവണം. അത് പറയാതെ അതാത് ഉപായം കൊണ്ട് കഷായം വെച്ചിട്ട് കാര്യമില്ല. കേരളത്തിൽ ഇത് പകൽ പോലെ വെളിച്ചത്ത് വന്ന ഒരു സത്യമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഒരുപാട് ഇടപാടുകൾ അവിശുദ്ധ രീതിയിൽ നടന്നിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. അപ്പൊ എനിക്ക് മാർക്സിസ്റ്റുകാരോട് പറയാനുള്ളത്, നിങ്ങള് ഈ കാര്യങ്ങളെ ജനറലൈസ് ചെയ്യരുത്. നിങ്ങൾ കുറെ പഴഞ്ചൊല്ലുകൾ പറഞ്ഞ് മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയത്തെ, ഇതൊന്നും അല്ല. നിങ്ങൾ വസ്തുതാപരമായി സംസാരിക്കും. ബി ഓൺ ഫാക്ട്. അതായത് നിങ്ങൾക്ക് വാദമുണ്ടോ PMRLന് ഈ കരിമണൽ ഖനനത്തിന് ഇളവ് കൊടുത്തിട്ടില്ല, കേന്ദ്ര നിയമം ലംഘിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. വീണ പൈസ വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. വീണ വാങ്ങിയത് ഇന്ന സേവനത്തിനാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പറ്റുമോ? അതും സാധ്യമല്ല. അപ്പൊ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുക തന്നെ വേണം. അപ്പൊ അതിന് ഇതൊന്നുമല്ല ഈ CPM കാണിക്കേണ്ട എന്താ പറയാ, അവര് എടുക്കേണ്ട മറുപടി ഇതൊന്നുമല്ല. കുറച്ചും കൂടി പൊളിറ്റിക്കലി ഹോണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. ആ രീതിയിൽ വേണം ഇതിനെ നേരിടാൻ. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ അക്രമം കാണിക്കാനോ അല്ലെങ്കിൽ അന്ന് പ്രതിരോധിക്കാനോ ഒന്നും പാർട്ടി പോയില്ലല്ലോ. ആരും പോയില്ല. അദ്ദേഹത്തിന്റെ വീട്ടുകാർ മാത്രമാണ് പോയത്. പിന്നെ റെയ്ഡ് കുറെ നീണ്ടുപോയപ്പോൾ പോലീസുകാർ പോയിട്ട് അവർക്കിത് തലവേദനയായപ്പോൾ പോലീസുകാർ അവിടെ പോയി നിന്നു. അതല്ലാതെ ആരെങ്കിലും അവിടെ ആക്രമിക്കാനോ ED ആക്രമിക്കാനോ കല്ലെടുത്തെറിയാനോ വല്ലവരും പോയോ? ഇപ്പൊ എന്തിനായിരുന്നു പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രം എങ്ങനെ പോയത്? അപ്പൊ ഇതിനെ രാഷ്ട്രീയപരമായി അന്വേഷണത്തെ പ്രതിരോധിക്കാൻ സാധ്യമല്ല. അതിന് മെനക്കെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വഷളാവുമെന്ന് യാഥാർത്ഥ്യം കണ്ടെത്തണം. രാഷ്ട്രീയ സത്യസന്ധത കാണിക്കണം. വസ്തുതകൾ പറയാൻ തയ്യാറാണ്. ശ്രീ സതീഷ് വസന്ത്, ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ പിണറായി വിജയൻ്റെ പേര് കർത്ത പറയുന്നു, ആ കർത്ത പറഞ്ഞിട്ട് അന്വേഷണം പിണറായി വിജയനിലേക്ക് നീങ്ങുന്നു, അധികം വൈകാതെ നോട്ടീസ് നൽകി പിണറായി വിജയനെ ഈ കേസിൽ ചോദ്യം ചെയ്യുമെന്നൊക്കെയാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങൾ. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്തയാകുന്നു. ആ ഘട്ടത്തിലും ഇതിനെ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാൻ CPMന് കഴിയുന്നില്ല.
നേരത്തെ ശ്രീ VP ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ ആ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ED ചോദ്യം ചെയ്തപ്പോൾ ആ വീട്ടിൽ ED ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ഒരൊറ്റ CPM നേതാവ് അവിടെ എത്തിയില്ല പ്രതിരോധിക്കാൻ, ആ അന്വേഷണ സംഘത്തെ ആക്രമിക്കാൻ ആരും തുനിഞ്ഞില്ല. ഇവിടെ എന്തുകൊണ്ടാണ് CPM ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ CPMന് ഒരു കൃത്യമായ മറുപടി, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മറുപടി നൽകാൻ കഴിയാത്തത്? നോക്കൂ, നമ്പടി ഒരു മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ അതേ കേസാണോ ഇത്? അല്ലല്ലോ, അത് രണ്ടും വ്യത്യാസം, എൻ്റെ ഡിഫറൻസ് ഇതാണ്, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി നമ്മൾ പൊളിറ്റിക്കലായിട്ട് നമ്മൾ എതിർക്കും, ഒരു സംശയമില്ല. അതിലാരും കുറ്റം പറഞ്ഞിട്ടില്ല. പൊളിറ്റിക്കലി വരുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ എതിർക്കുള്ളൂ. അല്ലാതെ ഒരു കുറ്റം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന നിയമം അനുസരിച്ച് ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണമെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ അല്ലാതെ പൊളിറ്റിക്കലായിട്ട് ഒരാളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു മുന്നണിയെ ടാർഗറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി എതിർക്കുന്നേ.